ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇന്ന് നടന്ന അധ്യാപകർക്കുള്ള കേറ്റഡ് എക്സാമിനേഷന്റെ കേറ്റഡ് കാറ്റഗറി 1 സൈക്കോളജി ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ടെന്റേറ്റീവ് ആൻസർ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനത്തിനിടയിൽ ഒരു വിദ്യാർത്ഥി സഹപാഠികളുടെ വികാരങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ഗിൽഫോർഡിന്റെ SOI മോഡലിൽ ഇത് ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ഗിൽഫോർഡ് SOI മോഡലിൽ നമുക്കറിയാം, ഇവിടെ ഒറ്റ ഒരു ടേം നിങ്ങൾ നോക്കിയാൽ മതി, വികാരങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അപ്പൊ അതിനെ നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യാം? ബിഹേവിയറൽ ഉള്ളടക്കം, ബിഹേവിയറൽ കണ്ടന്റ് ആണ്. ആ ഒരു ഫീലിംഗ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉത്തരം കണ്ടെത്താം. അടുത്ത ചോദ്യം, ഒരു വിദ്യാർത്ഥി വിവിധ സാഹചര്യങ്ങളിലുള്ള പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ലജ്ജാശീലൻ, സമയനിഷ്ഠയുള്ളവൻ, സത്യസന്ധനായവൻ എന്നിങ്ങനെ ഒരു അധ്യാപകൻ വിവരണം നൽകുന്നു. ഇത് ഏത് സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്? മനോവിശ്ലേഷണ സമീപനം, സവിശേഷക സമീപനം, വ്യവഹാര സമീപനം, മാനവിക സമീപനം. അവിടെ നോക്കിയേ, ആ ഒരു വ്യക്തിയെ നമ്മൾ എന്താണ്, പല സിറ്റുവേഷനിലുള്ള പെരുമാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഷൈ, പങ്ക്ച്വൽ, ഓണസ്റ്റ് പോലുള്ള പെരുമാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്തായിട്ട് കണക്ട് ചെയ്യാം? വ്യവഹാര സമീപനം, ബിഹേവിയറൽ അപ്രോച്ച് ആണ്. അടുത്ത ചോദ്യം, വ്യവഹാര മനഃശാസ്ത്രത്തിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഏറ്റവും നല്ല പ്രസ്താവന ഏതാണ്? നമുക്ക് ആ ഒരു ബിഹേവിയറൽ വ്യൂ വെച്ചിട്ട് പേഴ്സണാലിറ്റി എന്തായിരിക്കും വരിക? ചേഷ്ടകൾ പഠനം വഴി, അഭിപ്രേരണ വഴി രൂപപ്പെടുത്തുന്നു. അപ്പൊ എന്താണ്? ബിഹേവിയർ ഷേപ്ഡ് ബൈ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ലേണിംഗ്. അവിടെ ആ ഒരു മലയാളത്തിൽ ആൻസർ കൊടുത്തേക്കുന്നതിൽ എന്താണ്, ഒരു സെന്റൻസ് സ്ട്രക്ചറിൽ ഒരു ചെറിയ കല്ലുകടി തോന്നും. അപ്പൊ ജസ്റ്റ് ഇംഗ്ലീഷിലൂടെ നോക്കുമ്പോൾ നമുക്ക് പിടികിട്ടൂലേ, റീഇൻഫോഴ്സ്മെന്റിലൂടെ ലേണിംഗിലൂടെയാണ് ബിഹേവിയർ ഷേപ്പ് ചെയ്ത് വരുന്നതെന്നാണ് നമ്മുടെ ഈ ഒരു വ്യവഹാര മനഃശാസ്ത്രം പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത അല്ലാത്തത്? അപ്പം ചൈൽഡ് സെൻട്രിക് എഡ്യൂക്കേഷന്റെ പ്രത്യേകത അല്ലാത്തത് ഈ കൂട്ടത്തിൽ എന്താണ്? അധ്യാപക ആധിപത്യമാണ്. സജീവ പങ്കാളിത്തം, വിദ്യാർത്ഥിയുടെ ആവശ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, ചെയ്തു പഠിക്കുക എന്നത് എങ്ങനെയാണ്? അതൊക്കെ ശിശു കേന്ദ്രീകൃതത്തിന്റെ ലക്ഷണം എന്താണ്, ആ ഒരു ഫീച്ചേഴ്സ് ആണ്. അടുത്ത, ചാൾസ് പിയർമാന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിയുടെ ബുദ്ധിശക്തി രൂപപ്പെടുന്നത് താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളിലൂടെയാണ്? ഇപ്പൊ ചാൾസ് പിയർമാന്റെ ഇന്റലിജൻസിന്റെ തിയറി പ്രകാരം എന്താണ്? ഒരു പൊതു ഘടകവും നിരവധി പ്രത്യേക ഘടകങ്ങളും, G ഫാക്ടറും S ഫാക്ടറും. എല്ലാവരിലും കോമൺ ആയിട്ടുള്ള G ഫാക്ടർ എന്താണ്, വ്യക്തികളിൽ എന്ത് ചെയ്യുന്നു? സ്പെസിഫിക് ആയിട്ടുള്ള S ഫാക്ടർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗപരതയുടെ ഘടകങ്ങളിൽ പെടാത്തത് ഏതാണ്? അത് പരാജയ ഭീതിയാണ്, ഫിയർ ഓഫ് ഫെയിലർ ആണ്. വാചാലത, വഴക്കം, മൗലികതയൊക്കെ എന്താണ്? ഇതൊക്കെ സർഗപരതയുടെ ഫീച്ചേഴ്സ് ആണ്. അടുത്ത ചോദ്യം, ഒരു അധ്യാപകൻ വിദ്യാർത്ഥിക്ക് ഗ്രേഡ് നൽകുവാനും അവരുടെ നേട്ടങ്ങൾ രേഖപ്പെടുത്തുവാനുമായി പരീക്ഷകൾ നടത്തുന്നു. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? അപ്പൊ ഫൈനലി അല്ലെ, ഒരു ഗ്രേഡ് അസൈൻ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ് സർട്ടിഫൈ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പഠനത്തിന്റെ എന്തുമാത്രം പഠിച്ചു എന്നതിന്റെ മൂല്യനിർണ്ണയം, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. അടുത്തത്, ഔപചാരികമായ പഠനമില്ലാതെ തന്നെ ഒരു കുട്ടി വ്യാകരണപരമായി ശരിയായ വാക്യങ്ങൾ നിർമ്മിക്കുന്നു. ഇത് ഏത് സിദ്ധാന്തത്തെയാണ് പിന്തുണയ്ക്കുന്നത്? ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാതെ, ഫോർമൽ ടീച്ചിങ് ഇല്ലാതെ ഗ്രാമാറ്റിക്കലി കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവരുടെ തിയറിയാണ്, ചോംസ്കിയുടെ സിദ്ധാന്തമാണ് അല്ലേ. നോം ചോംസ്കിയുടെ യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ള തിയറി നമ്മൾ പഠിച്ചതാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസും യൂണിവേഴ്സൽ ഗ്രാമറും ഒക്കെ നമ്മൾ പഠിച്ചു. അടുത്തത്, ഒരു അധ്യാപിക വിദ്യാർത്ഥികളെ പ്രശ്ന നിർദ്ധാരണത്തിനായി സഹായിക്കുകയും പിന്നീട് ആ സഹായം ക്രമേണ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? നമ്മൾ വൈഗോട്സ്കിയുടെ ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയിൽ പഠിച്ച കാര്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പറയുന്നില്ലേ, സ്കാഫോൾഡിങ്, കൈത്താങ്ങം. കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നിടം വരെ സഹായിക്കുക, അത് കഴിയുമ്പോൾ ആ സഹായം പിൻവലിക്കുക. അടുത്തത്, സുഖിൽസൺ എന്ന പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥി ആശയങ്ങൾ അർത്ഥം മനസ്സിലാക്കാതെ ഹൃദയസ്ഥമാക്കുകയും പ്രായോഗിക അധിഷ്ഠിത ചോദ്യങ്ങളിൽ മോശം പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലേ, മെമ്മറൈസ് ആൻസേഴ്സ്, കാണാപ്പാഠം പഠിക്കുക, അർത്ഥം മനസ്സിലാക്കാതെ ഹൃദയസ്ഥമാക്കുക. അതെന്താണ്? മനഃപ്പാഠം പഠിക്കൽ, റോട്ട് ലേണിംഗ്. അടുത്ത, പഠന വൈകല്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രത്യേകതകളുമായി പൊരുത്തപ്പെടുത്താനുള്ള ചോദ്യമാണ്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ADHD. ഡിസ്ലെക്സിയ എന്താണ്? വായനയിലെ ബുദ്ധിമുട്ടാണ്. ഡിസ്ഗ്രാഫിയ എന്താണ്? എഴുത്തിലെ ബുദ്ധിമുട്ടാണ്. ഡിസ്കാൽക്കുലിയ എന്താണ്? ഗണിതത്തിലെ ബുദ്ധിമുട്ടാണ്. ADHD എന്താണ്? ശ്രദ്ധക്കുറവാണ്. അടുത്ത ചോദ്യം, ഡെൽമോസ് എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥി ചലനങ്ങളിലൂടെയും ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയും കൂടുതൽ എളുപ്പത്തിൽ പഠിക്കുന്നു. ഗാർഡനറുടെ ബുദ്ധി സിദ്ധാന്ത പ്രകാരം ഈ വിദ്യാർത്ഥിക്ക് ഉയർന്ന നിലയിലുള്ളത് എന്താണ്? എന്താ ഉള്ളത്? ശാരീരിക ചലനപര ബുദ്ധി അല്ലേ. ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിലെ എന്താണ്? ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. അടുത്ത ചോദ്യം, ഹൈസ്കൂൾ അധ്യാപകനായ പിജാവാർ ക്ലാസ്സിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാൻ സോഷ്യോമെട്രി ഉപയോഗിക്കുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇതിനു വേണ്ടിയിട്ട് സോഷ്യോമെട്രി ഉപയോഗിക്കാം? സാമൂഹിക ബന്ധങ്ങൾ, സോഷ്യൽ റിലേഷൻഷിപ്സ് പഠിക്കാനായിട്ടാണ് നമ്മൾ സോഷ്യോമെട്രി ഉപയോഗിക്കുന്നത്.
അടുത്ത ചോദ്യം, അധ്യാപകൻ ബോർഡിൽ എഴുതിയത് എന്താണെന്ന് ഒരു വിദ്യാർത്ഥിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ആ അധ്യാപകൻ എന്തു ചെയ്യണം? അപ്പൊ എന്താണ് ഒരു കുട്ടി വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആ വിദ്യാർത്ഥിയെ മുൻവരിയിൽ ഇരുത്തി വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്. പിന്നീട് എന്താണ്, നമുക്ക് കണ്ണട വെക്കുക, അങ്ങനെ കുട്ടിയുടെ കാഴ്ച പരിശോധിക്കുക, കണ്ണട വെക്കുക, ആ ഒരു ഘട്ടത്തിലൂടെ പോകും. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ആ വിദ്യാർത്ഥിയെ മുൻവരിയിൽ ഇരുത്തി വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുക. അടുത്ത ചോദ്യം, ജെഫ്നോ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥി തന്റെ ഇഷ്ടപ്പെട്ട അധ്യാപകന്റെ പെരുമാറ്റവും ശൈലിയും അനുകരിക്കുന്നു. ഇത് ഏതുതരം പ്രതിരോധ തന്ത്രമാണ്? അപ്പൊ ഇഷ്ടപ്പെട്ട ഒരാളെ എന്ത് ചെയ്യുന്നു? പെരുമാറ്റവും ശൈലിയും അനുകരിക്കുന്നു. മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയം എന്ന് കരുതുന്നതൊക്കെ എന്താണ്? താതാത്മീകരണമാണ്, ഐഡന്റിഫിക്കേഷൻ. അടുത്ത ചോദ്യം, ആൾപോർട്ടിന്റെ സവിശേഷക സമീപന പ്രകാരം സവിശേഷതകൾ എന്നത്. ആൾപോർട്ടിന്റെ ട്രേറ്റ് അപ്രോച്ച് പ്രകാരം, ട്രേറ്റ് എന്ന് വെച്ചാൽ എന്താ? പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന സ്ഥിരമായ പ്രവണതകളാണ് എന്താ നമ്മുടെ അൽപോർട്ടിന്റെ സവിശേഷത സമീപന പ്രകാരം ട്രൈറ്റ് എന്ന് പറയുന്നത്. സ്റ്റേബിൾ ഡിസ്പോസിഷൻ, ഇൻഫ്ലുവൻസ് ബിഹേവിയർ. അടുത്തത്, ദീർഘനേരം പരിശ്രമിച്ചതിന് ശേഷം ഒരു വിദ്യാർത്ഥിക്ക് ആ ഗണിത പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നു. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? അപ്പൊ എന്താണ്? ദീർഘനേരം നോക്കിയിട്ട് പെട്ടെന്ന് കിട്ടുന്നു. അപ്പൊ എന്താ നമ്മൾ അതിനെ ആഹാ മൊമെന്റ് എന്ന് പറയും അല്ലെ? കാഴ്ച പഠനത്തിലാണ്, ഇൻസൈറ്റ് ലേണിംഗ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ശിശു കേന്ദ്രീകൃത അധ്യാപന രീതി പ്രോത്സാഹിപ്പിക്കുന്നത്? അപ്പൊ ചൈൽഡ് സെൻട്രേഡ് പെഡഗോജി ഈ കൂട്ടത്തിൽ എന്താണ് അതുമായിട്ട് കണക്ട് ആവുന്നത്? കുട്ടികളുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുക, കുട്ടികളുടെ ഒരു എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് ചൈൽഡ് സെൻട്രേഡ് പെഡഗോജി ആയിട്ട് ചേർന്ന് പോകുന്നത്. അടുത്ത, ഋണാത്മക പ്രബലനം എന്നത് എന്താ? ഋണാത്മക പ്രബലനം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ അവിടെ എന്താ കാണാൻ കഴിയുന്നത്? നമുക്ക് അസുഖകരമായ ഉത്തേജകത്തെ നീക്കുന്നത്, റിമൂവിങ് അൺപ്ലസന്റ് സ്റ്റിമുലസ് ആണ്. അടുത്ത, സാമൂഹ്യ ബന്ധ പരിശോധന വികസിപ്പിച്ചെടുത്തത് ആരാണ്? നമ്മുടെ സോഷ്യോമെട്രിക് ടെക്നിക്ക് ആരാ കൊണ്ടുവന്നത്? JL മൊറീനോ അല്ലെങ്കിൽ ജേക്കബ് എൽ മൊറീനോ ആണ്. അടുത്ത ചോദ്യം, ലോറൻസ് കോൾബർഗിന്റെ സാൻമാർഗിക വികാസ സിദ്ധാന്ത പ്രകാരം വസുദൈവ കുടുംബകം, ലോകം ഒരു കുടുംബമാണ് എന്ന സിദ്ധാന്തം മനസ്സിലാക്കി അംഗീകരിക്കാൻ ആവശ്യമായ കഴിവും വിശാലമായ മനോഭാവം വളരുന്ന ഘട്ടം ഏതാണ്? അപ്പൊ നമുക്ക് ആ പേരിൽ തന്നെ കിട്ടുമല്ലേ? എങ്ങോട്ടാണ്? ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ വരുമ്പോഴത്താണ് ആ ഒരു മൊത്തത്തിൽ എന്താണ് ആ ലോകം ഒരു കുടുംബമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആ ഒരു യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിളിലോട്ടൊക്കെ പോകുന്നത്. അതെവിടെയാണ്? പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജിലാണ്. അടുത്ത ചോദ്യം, ജീൻ പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തത്തിലെ ഇന്ദ്രിയ ചാലക ഘട്ടത്തിന്റെ സവിശേഷതകൾ ഏതാണ്? അപ്പൊ ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്നതിൽ ആപ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വസ്തുസ്ഥൈര്യമില്ലായ്മയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ പരികല്പനകൾ രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനുമുള്ള കഴിവ്, സ്ഥിരത, ക്ലാസ് ഉൾപ്പെടുത്തൽ, തരംതിരിക്കാനുള്ള കഴിവൊക്കെ പിന്നീട് ഡെവലപ്പ് ആവുന്നതാണ്. വസ്തുസ്ഥൈര്യമില്ലായ്മ നമ്മുടെ ഇന്ദ്രിയ ചാലകഘട്ടത്തിന്റെ തുടക്കത്തിൽ, പിന്നീട് എന്താണ് ക്രമേണ ആ ഒരു ഘട്ടത്തിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഒബ്ജക്ട് പെർമനൻസ് വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇവിടെ കൂട്ടത്തിൽ അപ്ഡേറ്റ് കൊടുക്കാൻ കഴിയും. തുടക്കത്തിൽ ഇല്ലാത്ത എന്താണ്? വസ്തുസ്ഥൈര്യമില്ലായ്മയാണ്. അടുത്തത്, പെൽവാസ് എന്ന ഹൈസ്കൂൾ അധ്യാപിക കുട്ടികളുടെ ഭാഷാ വികസനം മെച്ചപ്പെടുത്തുന്നതിനായി ഗ്രൂപ്പ് ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സമീപനം ഏത് സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഏതാണ്? വൈഗോട്സ്കിയുടെ സിദ്ധാന്തമാണ് അല്ലെ? സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയാണ്. ഗ്രൂപ്പ് ചർച്ചകളിലൂടെ എന്ത് ചെയ്യുന്നു? ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ട് കൊടുക്കാൻ കഴിയുന്നത് ഈ ഒരു ആൻസർ ആണ്. അടുത്ത, ഹർദീൻ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥി കഠിനമായ പഠന പ്രവർത്തനങ്ങൾ നേരിടുമ്പോൾ അതിൽ നിന്ന് എളുപ്പത്തിൽ പിന്മാറുന്നു. ഇത് എന്തിന്റെ കുറവിനെ സൂചിപ്പിക്കുന്നു? കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, പ്രശ്നം മീൻസ് പഠനത്തിലുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് എന്താ? ഡിഫിക്കൽട്ട് ലേണിംഗ് ടാസ്ക് വരുമ്പോൾ പിന്മാറുകയാണെങ്കിൽ അത് അഭിപ്രേരണ, മോട്ടിവേഷന്റെ കുറവാണ്. അടുത്ത ചോദ്യം, പ്രമിത്യു എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥി പഠനത്തിൽ താല്പര്യം കാണിക്കാതിരിക്കുകയും അക്കാദമിക് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ എന്തായിരിക്കും ഇതിനുള്ള കാരണം? അപ്പം എന്താണ് ലൈക്ലി റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രചോദനത്തിന്റെ അഭാവമാണ് അല്ലെ? അപ്പൊ നോക്കിക്കും, ഒരു മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള ആ ഒരു ഓപ്ഷൻസ് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല കിടക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ ആൻസർ ഒക്കെ ക്യാൻസൽ ആവാൻ, ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, ഒരു വിദ്യാർത്ഥി സ്കൂൾ നിയമങ്ങൾ പാലിക്കുന്നത് നിയമങ്ങൾ ക്രമം നിലനിർത്തുവാൻ സഹായിക്കുന്നു എന്ന വിശ്വാസം കൊണ്ടാണ്. ലോറൻസ് കോൾബർഗിന്റെ സാൻമാർഗിക വികാസ സിദ്ധാന്ത പ്രകാരം കുട്ടി ഏത് ഘട്ടത്തിലാണ്? ഏതാണ് ഘട്ടം? യാഥാസ്ഥിതിക സദാചാര ഘട്ടം. സ്കൂളിലെ നിയമങ്ങൾ അനുസരിക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ ക്രമം നിലനിർത്തുവാൻ സഹായിക്കുന്നു എന്നൊക്കെ വിശ്വാസം മനസ്സിലുണ്ട്. സ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും യാഥാസ്ഥിതിക സദാചാര ഘട്ടമാണ്. കുട്ടികൾ ആദ്യം കൈകളുടെ ചലനങ്ങളെ നിയന്ത്രിക്കുകയും പിന്നീട് വിരലുകളുടെ ചലനങ്ങളിൽ നൈപുണ്യം നേടുകയും ചെയ്യുന്നു. വികാസത്തിന്റെ ഏത് സിദ്ധാന്തമാണ് ഇവിടെ പ്രതിഫലിക്കുന്നതും? ഡെവലപ്മെന്റ് തിയറീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? ആദ്യം കൈകളുടെ ചലനം, പിന്നീട് വിരലുകൾ, മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക്. അതിനെന്താ നമ്മൾ പറയാ? പ്രോക്സിമോ ഡിസ്റ്റൽ. സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം പാലിക്കുന്നു.
അടുത്ത ചോദ്യം, താഴെ പറയുന്ന സമീപനങ്ങളിൽ ഏതാണ് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ സ്വതന്ത്രമായി അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ഓരോ കുട്ടിയുടെ സ്വത്വത്തെ വിലമതിക്കുകയും ചെയ്യുന്നത്? എവിടെയാണ്? അത് മാനവികതാ സമീപനത്തിലാണ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിലാണ്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താ? അവിടെ ഹ്യൂമൻ ബീങ്ങിന്റെ പ്രാധാന്യം, ഓരോ കുട്ടിക്കും സെൽഫ് വർത്ത് തോന്നുന്നു. അടുത്ത ചോദ്യം, ക്ലാസ് റൂം ചർച്ചാവേളയിൽ ചിതേശ്വർ സാർ സാധാരണയായി പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾ കൂടുതൽ ശ്രദ്ധ നൽകാറുണ്ട്. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ലിംഗ വിവേചനം, ജെൻഡർ ബയാസ് ആണല്ലേ. ഒരു ഭാഗത്തിനോട് മാത്രം ചെയ്യുന്നു പക്ഷം ചേർന്ന് പറയുന്നു ഒരു വിവേചനം. അപ്പൊ മറ്റേവർക്ക് എന്താണ്? ബയാസ്ഡ് ആയിട്ട് അവരെ വിവേചനം നേരിടുന്നു. അത് ലിംഗ വിവേചനമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അധ്യാപകൻ തന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയെ കുറിച്ച് വിശദമായി പഠിക്കുന്നു. ഇത് ഏത് രീതിയാണ്? ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സന്ദർഭത്തെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുവാണെങ്കിൽ എന്താണ്? കേസ് പഠനമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓപ്ഷൻ എയും ഓപ്ഷൻസ് മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും തമ്മിൽ മാറിയും തിരിഞ്ഞും കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എന്താണ് ആൻസർ കീ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവാനും അല്ലെങ്കിൽ എന്താണ് കേസ് പഠനം വരുന്ന രണ്ട് രീതിയിൽ എയും ബിയും മലയാളത്തിലാണെങ്കിൽ എയിലും ഇംഗ്ലീഷിലാണെങ്കിൽ ബി, അത് രണ്ടും ആൻസർ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ രണ്ട് ചോദ്യങ്ങളാണ് ഈ ഒരു രീതിയിൽ കാണാൻ കഴിഞ്ഞത്. പൊതുവെ ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ നോക്കിയാൽ വളരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീ നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഓൾ.